Hello my dear friends, welcome to our channel. ഞാൻ സുധ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം പരിചയപ്പെടാം. ഉരുളക്കിഴങ്ങ് ബജി എന്നൊക്കെ ഇതിന് പേര് പറയാം. ഉരുളക്കിഴങ്ങും കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലോറും ഒക്കെ കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇതിന്റെ പുറംഭാഗം നല്ല അതുപോലെ ഉൾഭാഗം നല്ല ജ്യൂസിയുമാണ്. കണ്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബജി ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ സ്നാക്കിന് വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യണം. ഈ ഗ്രേറ്ററിന്റെ വലിയ കണ്ണുള്ള ഭാഗത്ത് വെച്ചാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്, ചെറുതല്ല. അപ്പോൾ വെള്ളത്തിലേക്ക് തന്നെയാണ് ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകാം. ഇതിൻ്റെ അകത്തുള്ള സ്റ്റാർച്ചിൻ്റെ ആ ഒരു അംശം നന്നായിട്ട് പോയി കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബജി ഉണ്ടാക്കുന്ന സമയത്ത് അത് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇനി ഇപ്രാവശ്യത്തെ ഈ വെള്ളം കളഞ്ഞിട്ട് വേറൊരു വെള്ളം ഇതിലാക്കിയിട്ട് കൊണ്ടുവരാം. പുതിയ വെള്ളത്തിൽ നല്ല പോലെ നമുക്കിത് പുരട്ടി കഴുകാം. ഇനി ഈ വെള്ളം കൂടെ മാറ്റിയിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വേറെ വെള്ളം എടുക്കാം. ഒന്നുകൂടെ നമുക്ക് പുരട്ടി കഴുകാം. ഇങ്ങനെ 3 പ്രാവശ്യം കഴുകുമ്പോഴത്തേക്കും ഇതിലെ സ്റ്റാർച്ചിൻ്റെ കുറേ അംശം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് നമ്മുടെ ബജി ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ഒരു ചെറിയ അരിപ്പയിൽ ഇട്ട് വെക്കാം. ഇതിവിടെ ഒരു 2 മിനിറ്റ് കിടക്കുമ്പോഴത്തേക്കും നല്ലപോലെ വെള്ളമൊക്കെ ഊർന്നു പോയിക്കോളും. ഇനി നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങാണിത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ചതച്ച മുളകാണിത്, അത് ചേർക്കാം. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ മൈദപ്പൊടിയാണ്, അത് ചേർക്കാം. 4 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബജി തയ്യാറാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഇവിടെ. എന്നിട്ടാകുമ്പോൾ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം മാവ് റെഡിയായി, നമുക്കിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമ്മുടെ മാവിൽ നിന്നും ഇതുപോലെ കയ്യിൽ ഒരല്പം എടുത്തിട്ട് അതിലേക്ക് നുള്ളി നുള്ളി ഇടുകയാണ് വേണ്ടത്. ഇതുപോലെ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, പകുതി ബാച്ച് നമുക്ക് ഇപ്പോൾ ഇടാം. ബാക്കി പകുതി ഇതെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൊടുക്കേണ്ടത് ഒരു മീഡിയം ടു ലോ ആണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത വടകളൊക്കെ നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞു, നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്ക് കോരിയെടുക്കാം. ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ഒഴിച്ച അതേപോലെ തന്നെ എണ്ണ ഇപ്പോഴും കിടപ്പുണ്ട്.
അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ബജി റെഡിയായി കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പൊ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഉരുളക്കിഴങ്ങിന്റെ ബജിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.